വീട്ടിൽ പഴമുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ രുചിയും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. വീട്ടിലുള്ള സാധനം മാത്രം മതിയാവും ഇതുണ്ടാക്കാൻ. ഇനി ഇത് പാലില്ലാതെയും ഉണ്ടാക്കാൻ പറ്റും. തേങ്ങാപ്പാൽ വേണമെന്നൊന്നുമില്ല, പാൽ ചേർക്കാതെയും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. അതിനായി വേണ്ടത്, എൻ്റെ കയ്യിൽ 4 പഴമാണുള്ളത്. 2 പഴം പായസത്തിലിടാം, ബാക്കി ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യം തന്നെ ചെയ്തത് 2 പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ചേർത്ത് അത് നന്നായി വേവിച്ചെടുക്കണേ. അത് വെന്ത് മാറ്റിയ ശേഷം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാൻ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണേ. അത് വേവിച്ചെടുത്തതും മാറ്റി വെക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം പച്ചരി. അത് നല്ലവണ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ഇനി പച്ചരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകശാല അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരി ഏതായാലും കുഴപ്പമില്ല, പക്ഷേ അരക്കുമ്പോൾ നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുകയും ചെയ്യണം. തീരെ അതിൽ തരി ഉണ്ടാകാൻ പാടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സെല്ലാം ഒരു പാത്രത്തിലാക്കി ആദ്യം ഒരു സ്പൂണോ ചട്ടുകമോ എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാത്രത്തിൽ മിക്സെല്ലാം നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞ ശേഷം മാത്രമേ സ്റ്റൗ ഓണാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത്, ഉപ്പ് വളരെ കുറച്ച് മതി. പായസമാണ്, മധുരത്തിന് ബാലൻസ് ചെയ്യാൻ മാത്രം മതി ഉപ്പ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പായസത്തിൽ ശർക്കര എന്തായാലും ചേർക്കാൻ പാടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഭംഗി മാറിപ്പോവും. ഇപ്പോൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തത് പഞ്ചസാരയും ഏലക്കായും നന്നായി പൊടിച്ചതാണ്. അങ്ങനെ ചേർത്താൽ പെട്ടെന്ന് പായസത്തിലേക്ക് അലിഞ്ഞ് ചേരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. കണ്ണൂക്കാരുടെ സ്പെഷ്യൽ പായസമാണ് ഇത്, കായ്ക്കറി. ഇത് നമ്മളധികം ഉണ്ടാക്കാറ് ബറാത്ത് ദിവസമാണ്. ആ സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഈ ബറാത്ത് പായസം ഉണ്ടാവും. ഓരോരാളും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. പണ്ടൊക്കെ നമ്മൾ ഇതിൽ കായ അട ഉണ്ടാക്കി ചേർക്കും. അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റാണ്. നമുക്കിനി പായസത്തിലേക്ക് പോകാം. കുതിർത്ത പച്ചരി നല്ലവണ്ണം അരച്ചെടുത്ത് പറഞ്ഞല്ലോ ഒരു പാത്രത്തിലാക്കി നമ്മളിതങ്ങനെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. പായസം തിള വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് വേവിച്ച പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മധുരം ഉണ്ടെങ്കിലേ പായസം രുചിയുണ്ടാവും. അങ്ങനെ പായസമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി കട്ടപ്പിടിക്കുകയൊന്നും ചെയ്യൂല, പേടിക്കണ്ട. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് വേവിച്ചെടുത്ത പഴമാണ്. പഴം നന്നായിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ പഴം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇളക്കണ്ട, പഴത്തിന് തട്ടാത്ത വിധത്തിൽ ഇതങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പായസമാണ്. പിന്നെ നമ്മൾ തേങ്ങയൊന്നും ചിരണ്ടാനും പാലെടുക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തേങ്ങ ചിരണ്ട മടിയില്ലെങ്കിൽ തേങ്ങ ചിരണ്ടി നല്ല കട്ടി പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തോളൂ, അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മുടെ അടുത്ത് പിന്നെ പാക്കറ്റ് പാലുള്ളതുകൊണ്ട്, മിൽമ പാലുള്ളത് കൊണ്ട് അതാ ചേർത്ത് കൊടുത്തത്. അത് കുറേയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറേ പാല് ചേർത്ത് വെച്ചിട്ട് ഭയങ്കര രുചിയൊന്നും ഉണ്ടായിരിക്കില്ല. കുറേ പാല് ചേർത്താലും കുറച്ച് പാല് ചേർത്താലും രുചിയൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് എന്തിനാണെന്നറിയോ, നമ്മളെ കയ്യിൽ 2 പഴം കൂടി ഉണ്ട് പഴുത്തത്. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പഴം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പായസത്തിന് ഒട്ടും രുചി കുറയൊന്നും ചെയ്യൂല. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, പശു നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നമ്മളെ പഴം ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. അത് നല്ലവണ്ണം ചുമക്കെ വറുത്തെടുക്കണേ, എന്നാലേ കാണാനൊരു ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ നമ്മളെ പഴമൊക്കെ ഇങ്ങനെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഏറ്റവും ചിലവ് ചുരുങ്ങിയതും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമുള്ള ഒരു പായസമാണ് ഇത്.
നിങ്ങളെ വീട്ടിൽ പച്ചരിയും പഴവും പഞ്ചസാരയും എന്തായാലും ഇല്ലാതിരിക്കില്ല. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മളെ നെയ്യിൽ പൊരിച്ചെടുത്ത പഴം അതിലേക്ക് ചേർക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഏലക്കായിൻ്റെയും പശു നെയ്യിൻ്റെയും നല്ല സ്മെല്ലാണ് പായസത്തിന്. ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പായസം ബാക്കി വന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെ ചിലവില്ലാത്ത ഒരു അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നേ. ടാറ്റാ, ബൈ ബൈ.